Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. മാം ഇന്ന് ക്ലാസ് വൈകിട്ട് പോവാൻ അതെ. പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞു ഓക്കെ. PDF കാണാലോ? കാണാം മാം. കാണാം. ഓക്കെ. നമ്മൾ ഇന്നലെ 10 uses of computers ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ, മോണിറ്റർ പേഷ്യൻസ്, 2 യൂസസ് പറഞ്ഞില്ലേ? ഓക്കെ. കമ്പ്യൂട്ടേഴ്സ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മറ്റ് യൂസസ് എന്ന് പറയുന്നത് ഏതാണ്? മെഡിക്കൽ റിസർച്ചിനായിട്ട്. To understand more about a certain ailment, clinicians may now search medical databases. The capacity of medical staff to get and apply knowledge is being improved using computers in healthcare. Okay, നമ്മുടെ മെഡിക്കൽ റിസർച്ചസിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? പ്രത്യേകിച്ച് ഒരു പ്രത്യേക രോഗത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കൂടുതൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് എന്താണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ഡാറ്റാബേസുകൾ ഉപയോഗിച്ചിട്ടാണ് അവരത് ആ റിസർച്ചുകൾ നടത്തപ്പെടുന്നത്. ഓക്കെ,
മാത്രമല്ല എന്താണ് ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നമ്മൾ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് കൂടുതലായിട്ട് നമുക്ക് പല അറിവുകൾ നേടാനായിട്ടും സാധിക്കും. സ്റ്റാഫുകൾക്ക് കുറച്ചും കൂടി എന്താണ് ഹെൽപ്ഫുൾ ആണ് ഇത്തരം ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള നോളജുകൾ കൂടുതലായിട്ട് അറിയാനായിട്ടും എന്താണ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഹോസ്പിറ്റൽസിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, മെഡിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേക രോഗത്തെ കുറിച്ചിട്ട് ഡോക്ടേഴ്സിന് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ എന്താണ് ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എന്താണ് അത് ഉപയോഗിച്ചു കൊണ്ടിട്ട് കൂടുതലും അവരുടെ ശേഷി അവരുടെ നോളജ് മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. ദെൻ ഇൻവെന്ററി, അടുത്ത യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവെന്ററി. Knowing that medications are on hand is very necessary for patient therapy. The rehabilitation process might be slowed down if a doctor prescribes a medication that is not in stock. Thus, it is important to keep an inventory list up to date. Meanwhile, inventory control is busy for hospitals and medical facilities. Therefore, inventory managers can trace stock levels to computers. നമ്മൾ എന്തിനാണ് ഹോസ്പിറ്റൽ ഇൻവെന്ററീസ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഇൻവെന്ററീസ് ചൂസ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻവെന്ററി എന്തിനാണ്? നമ്മളൊരു പേഷ്യന്റിന് മരുന്ന് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഏത് മരുന്നുകളാണ് ഇപ്പൊ പ്രിസ്ക്രിപ്ഷനിലുള്ള മരുന്നുകൾ അതിലുണ്ടോ എന്നത് അതിന്റെ സ്റ്റോക്ക് ഉണ്ടാകുന്നൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് എന്താണ് ജസ്റ്റ് കുറച്ച് ഫ്യൂ ക്ലിക്സ് മതി. പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിലെ ഇൻവെന്ററീസിന്റെ സ്റ്റോക്ക് നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ലിസ്റ്റ് നമ്മൾ അതിൽ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ആ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അറിയാനും സാധിക്കും. അതേപോലെ തന്നെ എന്താണ് ഈ മരുന്നുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്ത് ആ ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്തിട്ട് ആ മരുന്നുകൾ പിന്നെ കൊണ്ടുവരാനായിട്ടും ഇൻവെന്ററീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് എഴുതുന്ന മരുന്ന് സ്റ്റോക്ക് ഇല്ലെങ്കിൽ കൂടി എന്താണ് സ്റ്റോക്ക് ഇല്ലെന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ആ എഴുതിയ മരുന്നിന്റെ സ്റ്റോക്ക് അവിടെ ഇല്ലെന്ന് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും? ഇൻവെന്ററീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇൻ കേസ് സ്റ്റോക്ക് തീരുന്നതിന്റെ നമ്പറും ഒക്കെ എന്താണ് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് എന്താണ് സ്റ്റോക്ക് നമുക്ക് മാനേജ് ചെയ്ത് വെക്കാനും സാധിക്കും. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എന്തിനും കൂടിയിട്ടാണ്? മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻവെന്ററീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇൻവെന്ററി മാനേജേഴ്സ് കമ്പ്യൂട്ടേഴ്സിനെയാണ് ആശ്രയിക്കുന്നത്. സ്റ്റോക്കിന്റെ ലെവൽസ് ഒക്കെ കൃത്യമായിട്ട് അവർക്ക് ട്രാക്ക് ചെയ്യാനും അതിനനുസരിച്ച് മെഡിസിൻസ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും ഇൻവെന്ററീസ് പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ അധിഷ്ഠിത ഇൻവെന്ററീസ് അതിനെ സഹായിക്കുന്നു. ഓക്കെ, മാത്രമല്ല നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇൻവെന്ററി ചെക്ക് ചെയ്താൽ എന്താണ് ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതൊരു ഹെൽപ്ഫുൾ തന്നെയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇൻവെന്ററിയുടെ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിന്റെ മറ്റൊരു യൂസ് എന്ന് പറയുന്നത് എന്താണ് ഇൻവെന്ററി നല്ല രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ ഇൻവെന്ററി എന്താണ്? ആ സ്റ്റോക്ക് എടുക്കാനൊക്കെ ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. ഡേറ്റ്സിൽ നോക്കിയല്ല നമുക്ക് അതിന്റെ ഡാറ്റാസ് നോക്കി ഏത് മരുന്നുകളാണ് ഉള്ളത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് അവൈലബിൾ അല്ലാത്ത രീതിയിലുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ചാണ് അപ്പൊ തന്നെ നമുക്ക് അത് നോക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ടും സാധിക്കും. ഓക്കെ, ദെൻ അടുത്ത യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടേഴ്സ് നമ്മൾ സർജിക്കൽ പ്രൊസീജിയറിന് യൂസ് ചെയ്യുന്നുണ്ടോ? കമ്പ്യൂട്ടറുകള് സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടോ? Yes, using surgical procedures, computers can perform multi-faceted tasks with accuracy. So the use of computers in operating rooms can save lives. For completing complicated treatment, surgeons depend on computers. അല്ലെ, അതായത് ശാസ്ത്രക്രിയ നടപടികളിൽ നമ്മൾ നിരന്തരമായിട്ട് എന്താണ് പ്രത്യേകിച്ച് സർജൻസ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അവരുടെ സർജറി പ്രൊസീജിയർ കുറച്ചുകൂടി ഈസി ആവുന്ന എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അവർ എന്താണ് കമ്പ്യൂട്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് കൂടുതൽ അതില് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒന്നും അത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം സർജറി പ്രൊസീജിയേഴ്സിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ്
ഓപ്പറേഷൻ തിയേറ്റേഴ്സിലും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ആ സർജറി വളരെ കൃത്യതയോട് ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് എന്താണ് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ടും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നതിലൂടെ എന്താണ് അതിൽ നോക്കിയാൽ നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്താണ് നോക്കി ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് വരുന്ന ഏരിയാസ് ഡോക്ടേഴ്സിന് എന്താണ് കറക്റ്റ് ആയിട്ട് നോക്കി അത് അക്സസ് ചെയ്തിട്ട് അത്രയും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് കമ്പ്യൂട്ടർ അവരെ സഹായിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ യൂസിങ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്? Okay. The use of computer in hospital, medical equipment and imaging. Okay. നമുക്കറിയാലോ മെഡിക്കൽ ഇമാജിങ്ങിന്റെ പ്രധാനമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. Computers are widely used to operate medical machinery that conduct crucial medical tests including ultrasonography, CT scan, MRIs, blood tests, etc. Doctors also utilize computers to display their findings and describe the illness and cause of therapy. Computers may be used for 3D modeling and drawing. Medical imaging രംഗത്ത് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതൊക്കെ മെഡിക്കൽ ഇമാജിംഗ് മേഖലയിലാണ് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഏതൊക്കെ മെഡിക്കൽ ടെസ്റ്റുകളിലാണ്? അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് തന്നെയാണ് കേട്ടോ. അൾട്രാസോണോഗ്രാഫി മീൻസ് അൾട്രാസൗണ്ട് സ്കാനിങ്, CT സ്കാൻസ്, MRIs, ബ്ലഡ് ടെസ്റ്റ് ഇവയുടെ എല്ലാ തരം ഉപയോഗങ്ങളും അല്ലെ. അത്തരം ഓപ്പറേഷൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്നതും എന്തിലൂടെയാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഡോക്ടേഴ്സിന് നല്ല രീതിയിൽ ഇത്തരം പ്രത്യേകിച്ച് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇമാജിനറിയുമായി ബന്ധപ്പെട്ട ഫൈൻഡിങ്സുകളൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കുന്നതിന് നമ്മൾ കമ്പ്യൂട്ടറിനെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ഓക്കെ, മാത്രമല്ല കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 3D മോഡലിംഗ് ആൻഡ് ഡ്രോയിങ്സ് ഒക്കെ അത് ചെയ്യാനായിട്ട് സാധിക്കും. മെഡിക്കൽ ഇമാജിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന 3D ഇമാജസ് ഒക്കെ നമുക്ക് എന്താണ് അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള 3D ഇമാജസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് വഴി നമുക്ക് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? മെഡിക്കൽ ഇമാജിങ്ങുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഏതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്? ഏത് സോഫ്റ്റ്വെയർ ആണ്? ഏതാണ് പഠിച്ചത് ഇന്നലെ? RIS എന്തിനെ സൂചിപ്പിക്കുന്നു? RIS മറന്നുപോയാ? RIS എന്താണ് ഇന്നലെ പഠിച്ചത്? വെറുതെയാണ് ഇത്ര ദിവസം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് റേഡിയോളജിക്കൽ അതിന്റെ കംപ്ലീറ്റ് ഫുൾ നെയിം പറഞ്ഞേ. റേഡിയോളജിക്കൽ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ. ഓക്കെ, നമ്മളെല്ലാ മൊഡാലിറ്റി ഇന്റർഫേസും അല്ലെങ്കിൽ എക്സ്റേ, CT ഇമാജസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ഇതിന്റെ കോംപ്ലിമെന്റ്സുകൾ ഏതൊക്കെയായിരുന്നു? ഇതിന്റെ കോംപ്ലിമെന്റ് സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയായിരുന്നു? HAS ആൻഡ് PACS. ഇത് മറന്നു പോകരുത് കേട്ടോ, എക്സാമിന് കുറെ ചോദിക്കുന്നുണ്ട്. HAS-ഉം PACS-ഉം ആണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കോംപ്ലിമെന്റ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസുകൾ എന്ന് പറയുന്നത്. അതിന് ഇന്റർഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. മറന്നു പോകരുത് കേട്ടോ. മെഡിക്കൽ ഇമാജിംഗ് രംഗത്ത് എന്താണ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ. The use of computers for communication amongst healthcare professionals help the staff and make their job easier because they are sometimes quite busy. Healthcare staff can communicate in real-time chat on a computer to share important information. It is preferable to receive text or post-it notes. Communication purposes-നായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ.
ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അവരുടെ ജോബ് അല്ലെ, അവരുടെ ഈ ജോലി കുറച്ചുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അവരുടെ ഒരു ബിസി ആയിട്ടുള്ള ഒരു ലൈഫാണ് അല്ലെ, ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് ചിലപ്പോൾ സാധിക്കുന്നതില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് റിയൽ ടൈം ചാറ്റിന് നമ്മൾ ചെറിയ രീതിയിൽ പ്രത്യേകിച്ച് എന്താണ് ഇൻഫോർമേഷൻസ്, ചെറിയ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നു, ചെറിയ ടെക്സ്റ്റുകളായിട്ടും പോസ്റ്റ് നോട്ട്സ് ഒക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടറിലൂടെ അവര് കൈകാര്യം ചെയ്യുന്നത്. മറ്റുള്ളവരുമായി മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ആശയവിനിമയം നടത്തുന്നത് വലിയ എക്സ്പ്ലനേഷൻസിലൂടെയല്ല, ചെറിയ ചെറിയ ടെക്സ്റ്റിലൂടെയും ചെറിയ പോസ്റ്റ് നോട്ട്സിലൂടെയൊക്കെയാണ് അവർ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ജോബ് കുറച്ചുകൂടി ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കമ്പ്യൂട്ടേഴ്സ് ഇതേപോലത്തെ അവരുടെ ടെക്സ്റ്റ് മെസ്സേജസിലൂടെ അല്ലെങ്കിൽ പോസ്റ്റേഴ്സിലൂടെ ആ ഒരു ആശയവിനിമയം അവർ പരസ്പരം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ കമ്മ്യൂണിക്കേഷൻ? Then telemedicine. The act of treating patients remotely while either the patient nor the practitioner is present physically is considered to be telemedicine. Doctors may now contact the patients and other medical personnel thanks to computers and cell phones. During natural calamities, telemedicine is crucial as well. എന്താണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്? ടെലിമെഡിസിൻ ഒരു തരം സംവിധാനമാണത്. എങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് നമ്മൾ ടെലിമെഡിസിൻസ് അവൈലബിൾ ആക്കുന്നത്? രോഗിയുമായിട്ട് നേരിട്ടാണോ നമ്മൾ ടെലിമെഡിസിൻ സംവിധാനം ചെയ്യുന്നത്? ഇതിലൂടെയായിരിക്കും ടെലിമെഡിസിൻ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് റിമോട്ട് ഏരിയാസിൽ അല്ലെ, പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ മറ്റു ദുരന്തങ്ങള്, അത്തരം സിറ്റുവേഷൻസിലൊക്കെ എന്താണ് നമുക്ക് ഒരു ഹോസ്പിറ്റലിനെ ആശ്രയിക്കാനായിട്ട് പറ്റിയെന്ന് വരിക അല്ലെ. അപ്പൊ അതെന്താണ്, ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ ഓൺലൈനിലൂടെയാണ് നമ്മൾ എന്താ മെഡിസിൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഫിസിഷ്യനെ നമുക്ക് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഡോക്ടറിനെ വന്ന് നേരെ കാണാനായിട്ട് പറ്റാത്ത സിറ്റുവേഷനിൽ ആൾക്കാര്, പ്രത്യേകിച്ച് ഇതേപോലെ എന്തെങ്കിലും തരത്തില് ദുരന്തങ്ങളോ അങ്ങനെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ സംഭവിക്കുന്ന സമയത്താണ് ഈ ടെലിമെഡിസിന്റെ സ്വാധീനം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അതായത് വിദൂരതയിലുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓൺലൈൻ സംവിധാനമാണ് ടെലിമെഡിസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് എന്താണ് നേരിട്ട് അവിടെ പ്രസന്റ് ആവാനായിട്ട് സാധിക്കില്ല. അതിനാൽ തന്നെ എന്താണ് ഇതേപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ ടെലിമെഡിസിൻസ് വഴിയാണ് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില സമയത്ത് എന്താണ് ചിലർ എത്തിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് ത്രൂ ഫോണില് നമ്മളവിടെ ആ പ്രിസ്ക്രിപ്ഷൻസ് പറഞ്ഞുതരും, അതിനനുസരിച്ച് ചിലപ്പോൾ എന്താണ് നമുക്ക് ആ മെഡിസിൻസ് വാങ്ങാനും സാധിക്കും. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇവിടെ രോഗിയോ പേഷ്യന്റോ നേരിട്ട് ഹാജരാവാതെയാണ് ഈ ഒരു ടെലിമെഡിസിൻ പ്രൊസീജിയർ കമ്പ്യൂട്ടറിലൂടെ നമ്മൾ നടത്തപ്പെടുന്നത് കേട്ടോ. ഓക്കെ, സോ ഓൺലൈനിലൂടെയാണ് ഈ ഒരു സംവിധാനം നടക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എന്താണ് നമ്മൾ ഹോസ്പിറ്റൽസിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണോ ടെലിമെഡിസിൻ? ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്ത യൂസ് എന്താണ് കമ്പ്യൂട്ടറിന്റെ? കസ്റ്റമർ സർവീസസ്. Hospital now use automatic systems like artificial intelligence (AI) to provide regular customer service to the patient, such as payments, making demands, and complaints. നമ്മൾ കസ്റ്റമർ സർവീസസിന് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് ഓൺലൈൻസ് ആണ് അല്ലെ. പ്രത്യേകിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് നല്ല രീതിയിൽ റെഗുലർ കസ്റ്റമർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും കമ്പ്യൂട്ടേഴ്സ് നമ്മളെ സഹായിക്കുന്നത്. പ്രത്യേകിച്ച് എന്തൊക്കെ കസ്റ്റമർ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏതെങ്കിലും പേയ്മെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിമാൻഡ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പിന്നെന്താണ് കംപ്ലൈൻസ്, റിക്വസ്റ്റ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസസുകളും നമുക്ക് എന്തിലൂടെ ലഭ്യമാകുന്നു? കമ്പ്യൂട്ടേഴ്സ് മുഖാന്തരം ലഭ്യമാകുന്നു. ഓക്കെ, അതായത് ഈസി ആയിട്ട് നമുക്ക് അതൊന്ന് ആക്സസ് ചെയ്യാനും വളരെ സമയം കുറവിലുണ്ട്. ഒരുപാട് സമയമൊന്നും ഇതിന് ആവശ്യമില്ല. ജസ്റ്റ് ഒരു പേ ചെയ്യാനൊക്കെ എന്താണ് ചെറിയ സെക്കൻഡ്സുകൾക്കുള്ളിൽ തന്നെ നമുക്ക് എത്ര വിദൂരതയിൽ ഇരുന്നുള്ള എല്ലാ സംവിധാനങ്ങളും, എത്ര വിദൂരതയിൽ ഇരുന്നാണെങ്കിലും എന്താണ് ഈ ഓൺലൈനിലൂടെ നമുക്ക് നല്ല രീതിയിൽ അത് ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസസ് കൊടുക്കാനും കമ്പ്യൂട്ടേഴ്സ് സഹായിക്കും. ഓക്കെ, യെസ്.
Then online payment. Hospital now make use of online payment portal to help patients to pay their hospital bills online. This increase the chance of errors and task is performed in less time. നമ്മളിപ്പോ ഹോസ്പിറ്റൽ ബിൽസുകളെല്ലാം തന്നെ ഓൺലൈൻ പേ പോർട്ടൽസിലൂടെയാണ് ഫില്ല് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ അത് അടയ്ക്കുന്നത് എങ്ങനെയാണ്? ഹോസ്പിറ്റൽ ബിൽസ് എല്ലാം തന്നെ ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് ഓൺലൈൻ പോർട്ടൽസിലൂടെയാണ് നമ്മളിതെല്ലാം പേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമാണ് ആവശ്യമായിട്ട് വരുന്നില്ല. മാത്രമല്ല പിഴവുകൾ ഡിക്രീസ് ചെയ്യാനായിട്ട് ഇത്തരം ഒരു ഓൺലൈൻ പേയ്മെന്റ് കൂടി എന്താണ് സഹായിക്കുന്നു. ക്ലിയർ ആണോ? ഓൺലൈൻ പേയ്മെന്റ് അറിയാലോ നിങ്ങൾക്ക്, വിശദീകരണം ആവശ്യമില്ല, അതിന് ചെയ്യുന്നതാണ് അല്ലെ നമ്മള്. Okay, these are the 10 uses of computers in hospitals. കേട്ടോ, കമ്പ്യൂട്ടറിലെ ഹോസ്പിറ്റലിലെ ഉപയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണോ ഒന്ന്, പേഷ്യന്റ് ഇൻഫോർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പേഷ്യൻസിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു, മെഡിക്കൽ റിസർച്ചിനെ കമ്പ്യൂട്ടർ സഹായിക്കുന്നു, ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ ഡോക്ടേഴ്സിന് പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിനൊക്കെ കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഇമാജിംഗ് സർവീസസിനും ഒരേപോലെ തന്നെ എന്താണ് പ്രത്യേകിച്ച് ഒരു 3D മോഡലിംഗ് ഇമാജിങ്സ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നു. ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ഈസി ആക്കുന്നതിനും പ്രത്യേകിച്ച് ഷോർട്ട് നോട്ട് മെസ്സേജസുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റസിലൂടെ അവർക്ക് ഈസി ആയിട്ടുള്ള ഒരു ബിസി ലൈഫിനെ കൈകാര്യം ചെയ്യാനായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടെലിമെഡിസിൻ, റിമോട്ടഡ് ഏരിയാസിൽ പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള പേഷ്യൻസിന് കൂടുതൽ സൗകര്യപ്രദമാകുന്ന രീതിയിൽ ടെലിമെഡിസിൻ സംവിധാനം നമ്മൾ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയിലൂടെയാണ് ലഭ്യമാക്കുന്നത്. കസ്റ്റമർ സർവീസസ്, എല്ലാത്തരം പേയ്മെന്റ്സിനും റിക്വസ്റ്റുകൾക്കും ഡിമാൻഡ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനും കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ഓൺലൈൻ പേയ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ബേസുകൾ ഈസി ആയിട്ട് ഇതൊന്നും വരാതെ വളരെ സമയമെടുക്കും, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് ബില്ല് ക്ലോസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, പിന്നെ 10 യൂസസ് ആണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് പഠിച്ചത്. ക്ലിയർ ആണോ? എളുപ്പമല്ലേ അത്? നെക്സ്റ്റ് വരുന്നത് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആണ് കേട്ടോ. ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആരാണ് അദ്ദേഹം? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ അല്ലെങ്കിൽ HIM അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. HIM ഓർഗനൈസ്, oversee and protect patient health information data which include symptoms, diagnosis, medical histories, test result and procedures. ആരാണ് HIM എന്ന് പറയുന്നത്? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ. എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഇതൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാന്നാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. ഹെൽത്ത് ഇൻഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ഓർഗനൈസ് ചെയ്യാനും ഓവർസീ ചെയ്യാനും അതിന്റെ പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ എല്ലാത്തരം ഡാറ്റാസ്, പേഷ്യന്റ് പ്രൊട്ടക്റ്റീവ് ചെയ്യുന്ന പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം മെഡിക്കൽ ഹിസ്റ്ററീസ്, ടെസ്റ്റ് റിസൾട്ട്, പ്രൊസീജിയേഴ്സ്, ഇതിന്റെ എല്ലാത്തിന്റെയും ഡാറ്റാസുകള് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനും ഓവർസീ ചെയ്യാനും വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരു ഡ്യൂട്ടിയാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്, അത്രയും ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ മുതൽ ആൻഡ് പ്രൊസീജിയേഴ്സ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇനി the exact job description relies on the professional job title. However, there are some daily tasks that most health information managers do. അതായത് ഇവിടെ ഇവരുടെ ജോബ് അനുസരിച്ചിട്ട് മാത്രമല്ല, അതായത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് എന്താണ് ഡെയിലി ടാസ്കുകളിൽ പല പല വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ടൈറ്റിൽ എന്താണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്നാണ് അദ്ദേഹത്തിന്റെ ടൈറ്റിൽ എന്നെങ്കിലും അദ്ദേഹത്തിന് എന്താണ് ഡിഫറെന്റ് ആയിട്ട് ഡെയിലി ടാസ്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ഒരു ഈ ഹെൽത്ത് ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യാന്ന് മാത്രമല്ല, അതിൽ കൂടുതലായിട്ട് മറ്റു ഡ്യൂട്ടീസ് കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിനി നോക്കാം ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. അപ്പൊ ആരാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ന് മനസ്സിലായോ? ആരാണ്? പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡാറ്റാസുകൾ ഓർഗനൈസ് ചെയ്യും, ഓവർസീ ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഡ്യൂട്ടിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല എന്താണ്, ഡെയിലി മറ്റു ടാസ്കുകളും കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, അവിടെ വരെ പറഞ്ഞത് മനസ്സിലായോ?
Okay. First, job duty എന്താണെന്ന് നോക്കാം. Establish health information system and process, ensure the complete and accurate documentation of medical records. Establish health information system. അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക മാത്രമല്ല, ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഡോക്യുമെന്റേഷൻസ് എല്ലാം തന്നെ എന്താണ് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ടാണോ അതിൽ പ്രോസസ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും, പ്രത്യേകിച്ച് മെഡിക്കൽ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റേഷൻസും എന്താണ് ഇതൊക്കെ ആക്യുറേറ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ടോ എന്ന് ഇൻഷുർ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, യെസ്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താണ്? സെക്കൻഡ് ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് വർക്ക് വിത്ത് വേരിയസ് മെഡിക്കൽ സ്റ്റാഫ് ഇൻക്ലൂഡിംഗ് നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ് ടു എൻഹാൻസ് ദ ക്വാളിറ്റി ആൻഡ് ആക്യുറസി ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ. വർക്ക് വിത്ത് വേരിയസ് മെഡിക്കൽ സ്റ്റാഫ്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ പല മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആരൊക്കെയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? വേരിയസ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ, പ്രത്യേകിച്ച് നഴ്സസ്, ഡോക്ടേഴ്സ് അല്ലെ. Then to enhance the quality and accuracy of patient information. എന്താ പറയുന്നത്? മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് നല്ല രീതിയിലുള്ള അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന കൊടുക്കുന്ന ഇൻഫർമേഷൻസിൽ നല്ല രീതിയിൽ ക്വാളിറ്റിയും ആക്യുറസി ഒക്കെ നിലനിർത്തുന്നതും ആര് തന്നെയാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് നല്ല രീതിയിൽ സഹകരണം ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിന് കൊടുക്കുന്ന ഇൻഫർമേഷൻസിൽ എന്താണ് ക്വാളിറ്റീസും ആക്യുറസിയും നിലനിർത്തിക്കൊണ്ടായിരിക്കണം അദ്ദേഹം തന്റെ ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ സെക്കൻഡ് പോയിന്റ്? Third one, code or collaborate with the coders to ensure secure and bug-free system for controlling health information. ശ്രദ്ധിക്കാട്ടോ ഈ ഒരു പോയിന്റ്. Code to ensure secure and bug-free system for controlling health informations. എന്താണ് കോഡുകൾ എന്ന് പറയുന്നത്? കൊളാബറേറ്റ് ചെയ്യണമെന്ന്. എന്ത് കൊളാബറേറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്? അതായത് പേഷ്യൻസുമായി നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന എല്ലാ ഹെൽത്ത് ഇൻഫർമേഷൻസിലും യാതൊരു വിധത്തിലുള്ള ഡിഫിക്കൽട്ടീസ് വരാൻ പാടില്ല അല്ലെ. പ്രത്യേകിച്ച് അപ്പൊ അതിനെന്ത് ചെയ്തിരിക്കണം? നമ്മൾ കോഡ്സുകൾ അല്ലെ, ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് കോഡുകൾ എന്താണെന്ന് അറിയാലോ നമുക്ക്. കോഡ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കോഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സൂചിപ്പിക്കുന്ന കുറച്ച് ലെറ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ അത് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പോ ഇവിടെ ബഗ് ഫ്രീ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കോഡുകൾ കൊടുക്കുന്ന എന്താണ് ബഗ് ഫ്രീ സിസ്റ്റം എന്നോട് പറയുന്നത്? നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻസിന്റെ സ്വകാര്യതയെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡുകൾ കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈ ബഗ് ഫ്രീ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സ്വകാര്യത നഷ്ടപ്പെടാതെ അതിനെ നല്ല രീതിയിൽ സെക്യൂർഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ചില കോഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഓരോ പേഷ്യൻസിന്റെയും ഇൻഫർമേഷൻസ് സേവ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ സെക്യൂർഡ് ആക്കി വെക്കുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? കോഡ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കോഡുകൾ എന്ന് പറഞ്ഞാൽ. സ്പെസിഫിക് ആയിട്ടായിരിക്കുള്ളത് ഓരോന്നിനും കൊടുക്കുന്നത്. അത് സെക്യൂർ ആക്കി വെക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മറ്റൊരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണും അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, യെസ്. Then fourth one, make regular audit to ensure the health information department techniques and process comply with the guideline as well as federal and state laws. Make sure audit to ensure the health information department techniques and process comply with the guidelines as well as federal and state laws. ഇവിടെ ഫോർത്ത് പോയിന്റിലേക്ക് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റെഗുലർ ഓഡിറ്റ് നടത്തുക. എന്തിനു വേണ്ടിയിട്ടാണ് റെഗുലർ ഓഡിറ്റ് നടത്തുന്നത്? ഇവിടെ
ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് അവരുടെ ടെക്നിക്സും അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റ്സ് ലോസിനനുസരിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ പാലിച്ചിട്ട് തന്നെയാണോ അവർ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ദേഹം റെഗുലർ ആയിട്ട് ഓഡിറ്റ്സുകൾ സംഘടിപ്പിക്കുക. ഓക്കെ, ഫെഡറൽ സ്റ്റേറ്റ് ലോസ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ അല്ലെ ആ ടെക്നിക്സുകളെല്ലാം തന്നെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് റെഗുലർ ആയിട്ട് ഓഡിറ്റ് സംഘടിപ്പിക്കുക. ഓക്കെ, അതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഫോർത്ത് പോയിന്റ്. Okay. Then cooperate with the compliance officers that regularly track audit and denials from third-party auditors and insurance companies and find trends in the data. Fifth one, noku. Cooperate with the compliance officers that regularly track audit and denials from third-party auditors and insurance companies and find trends in the data. So, ഇതൊന്ന് വായിച്ചു നോക്കി. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഏത് തരം ഡ്യൂട്ടീസ് ആണ് അവിടെ പറയുന്നത്? ആരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനാണ് ഇവിടെ പറയുന്നത്? കംപ്ലൈൻസ് ഓഫീസേഴ്സുമായിട്ട് അല്ലെ? പ്രത്യേകിച്ച് നമ്മൾ ഈ ഓഡിറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് എന്താണ് അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. എന്നാൽ മാത്രമാണ് എന്ത് കൃത്യമായിട്ട് നമുക്ക് ആ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? പ്രത്യേകിച്ച് ഇവിടെ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മൂന്നാം കക്ഷി പുറമേ ഉള്ള അല്ലെങ്കിൽ മൂന്നാം കക്ഷി ഓഡിറ്റർമാരെന്നാണ് അല്ലെ? അപ്പൊ അവരുമായിട്ടും അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസുമായിട്ടും നമ്മൾ പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എങ്ങനെയായിരിക്കണം? ഓഡിറ്റ്സുകൾ ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ അവരുമായിട്ട് ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള അത് പ്രത്യേകിച്ച് സഹകരിച്ചായിരിക്കണം അവരോട് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, കാരണം അവർ കൂടി കൈകാര്യം ചെയ്തിട്ടാണ് ഈ ഡാറ്റാസ് നമ്മൾ ഹോസ്പിറ്റൽ ഈ ഒരു സിസ്റ്റത്തിൽ കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പൊ അതിനാൽ തന്നെ എന്താണ് കംപ്ലൈൻസ് ഓഫീസേഴ്സുമായിട്ടും കമ്പനീസിലെ ഇൻഷുറൻസ് കമ്പനീസുമായിട്ട് നല്ല രീതിയിൽ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ സഹായിച്ചു കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? അഞ്ചാമത്തെ പോയിന്റ്. Then organize and analyze health information for better utilization process, improvement, preparing reports and research purposes. Organize, analyze health information for better utilization process, improvement, preparing reports and research purpose. ഹെൽത്ത് ഇൻഫർമേഷൻ അദ്ദേഹം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം അല്ലെ? അതായത് ഹെൽത്ത് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സുകൾ ഇംപ്രൂവ് ചെയ്യുക, റിപ്പോർട്ട്സുകൾ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആക്കുക, റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് കൂടി എന്താണ് അതിനനുസരിച്ചുള്ള രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം ഡ്യൂട്ടികൾ കൂടാതെ തന്നെ അദ്ദേഹത്തിന് കുറച്ച് അഡീഷണൽ ഡ്യൂട്ടീസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? These are some jobs. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയേ. ഹെൽത്ത് ഇൻഫർമേഷൻ അതിനെ അനലൈസ് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം, റിപ്പോർട്ട്സുകൾ പ്രിപ്പയർ ചെയ്യാം, റിസർച്ച് പർപ്പസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നോർമൽ ഡ്യൂട്ടീസിൽ വരുന്നത്. ഇതല്ലാതെ തന്നെ എന്താണ്? There are some jobs carried out health information manager. കുറച്ച് അഡീഷണൽ ജോലി കൂടി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. Relying on the specific subfield we end up in, we may have more specialized duties. എന്താ പറയുന്നത്? അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിരിക്കുന്ന ജോലികൾ മാത്രമല്ല, അല്ലാതെ സബ് ഫീൽഡിലും അദ്ദേഹത്തിന് എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ജോലി കൂടി അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നേക്കാം. അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അദ്ദേഹത്തിന് എന്താണ് ഡെയിലി ടാസ്കുകൾ ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. അതായത് നോർമൽ ഡ്യൂട്ടിനേക്കാൾ കൂടുതൽ കവിഞ്ഞ് മറ്റ് സബ് ഫീൽഡിൽ ഒന്നാണ് അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് കൂടി വന്നേക്കാം. അപ്പൊ അതും കൂടി അത്തരം ടാസ്കുകൾ കൂടി ആര് ചെയ്യേണ്ടതുണ്ട്? അദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ഓക്കെ, നമുക്കൊന്നുകൂടി ബ്രീഫ് ആയിട്ട് പറയാം. ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്തൊക്കെയാണ്?
establish health information system and process to ensure the complete and accurate documentation of medical records. അല്ലെ മെഡിക്കൽ റെക്കോർഡ്സുകളുടെ പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മെഡിക്കൽ റെക്കോർഡ്സുകളും കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് അത് എൻഷുർ ചെയ്യേണ്ടത് ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ്. ഇനി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായി പ്രത്യേകിച്ച് വേരിയസ് മെഡിക്കൽ സ്റ്റാഫുകളും നഴ്സസും ഡോക്ടേഴ്സുമായിട്ട് നല്ല രീതിയിൽ സഹായിച്ച് പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് ആക്യുറേറ്റ് പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസിൽ ക്വാളിറ്റിയും ആക്യുറസിയും നിലനിർത്തുക എന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. മറ്റ് ക്രമക്കേടുകളൊന്നും വരാതിരിക്കാനായിട്ട് ഹെൽത്ത് ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോഡുകൾ ഉപയോഗിക്കുക. അല്ലെ കോഡുകളിൽ കൊളാബറേറ്റ് ചെയ്തിട്ടായിരിക്കണം ഇൻഫർമേഷൻസ് അദ്ദേഹം സൂക്ഷിക്കേണ്ടത്. പിന്നെ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലോസസ് ഒക്കെ അനുസരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് റെഗുലർ ആയിട്ട് എന്താണ് അവരുടെ ഗൈഡ് ലൈൻസ് പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി റെഗുലർ ആയിട്ട് ഓഡിറ്റുകൾ സംഘടിപ്പിക്കുക. പിന്നെ കംപ്ലൈൻസ് ഓഫീസേഴ്സും അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസുമായിട്ട് എന്തായിരിക്കണം അവരുമായിട്ട് നല്ല രീതി അവരുടെ റിക്വസ്റ്റുകളും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള നിഷേധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടെക്നിക്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ട്രാക്സുകൾ ഡിനേഴ്സ് ഉദ്ദേശിക്കുന്ന നിഷേധങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടതും ആരാണ്? അതായത് കംപ്ലൈന്റ് ഓഫീസേഴ്സും ഇൻഷുറൻസ് കമ്പനീസുമായിട്ടും കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ്. ഓക്കെ. പിന്നെ ഹെൽത്ത് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുക, അതേപോലെ തന്നെ അത് അലനൈസ് ചെയ്യുക, പിന്നെ പ്രോസസ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ പേപ്പർ റെക്കോർഡ്സുമായി റിപ്പോർട്ട്സുകൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, റിസർച്ച് പർപ്പസിന് വേണ്ടി ഇതൊക്കെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക എന്നത് കൂടി അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതാണ്. ഇത് കൂടാതെ തന്നെ എന്താണ് അദ്ദേഹത്തിന് മറ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് കൂടി ഡെയിലി ആയിട്ടുള്ള ടാസ്കുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ സബ് ഫീൽഡോ സ്പെസിഫിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലി മേഖലയിലോ അല്ലെങ്കിൽ മറ്റു മേഖലയിലോ എന്താണ് അദ്ദേഹത്തിന് അഡീഷണൽ ഡ്യൂട്ടീസ് വന്നേക്കാം എന്നുള്ളതാണ് കേട്ടോ. നിർദ്ദിഷ്ട മേഖലയിലോ ഉപമേഖല, അതാണ് സബ് ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ പിള്ളേരെ? എനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടോ? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ഒക്കെയാന്ന് വിചാരിക്കുന്നു. HIM എന്ന ഈ ഒരു എക്സ്പാൻഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. എക്സ്പാൻഷൻ പഠിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് ഈ പോയിന്റ്സുകൾ ബൈ ഹാർട്ട് ആക്കണമെന്നില്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. കാണാതെ പഠിക്കുന്നത് അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല കേട്ടോ. ഫിഫ്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻഷുറൻസ് പാർട്ടീസുമായിട്ടും അല്ലെങ്കിൽ കംപ്ലൈൻസ് ഓഫീസേഴ്സുമായിട്ട് എന്താണ് അവരുടെ ഓഡിറ്റ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഫർമേഷൻസിന്റെ ഓഡിറ്റ്സുമായി ബന്ധപ്പെട്ട ട്രാക്ക് അവരാണ് ചെക്ക് ചെയ്യുന്നത്. അവരോട് കൂടി എന്താണ് നമ്മൾ ഇദ്ദേഹം ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്തായിരിക്കണം അവരോട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് അവരോട് എന്താ പറയാ മറ്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാല് ഈ ഫെഡറൽ സ്റ്റേറ്റ് റൂൾസ് പറയുന്ന റൂൾസ് അനുസരിച്ചിട്ടാണ് ഹെൽത്ത് ഇൻഫർമേഷൻസിന്റെ കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും പോരായ്മകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ കംപ്ലൈൻസ് ഓഫീസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഇൻഫർമേഷനിൽ എന്തെങ്കിലും ക്രമക്കേടൊക്കെ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ അതൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ നോക്കുന്നുണ്ട്, കംപ്ലൈൻസ് ഓഫീസേഴ്സും നോക്കും. അതിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറാണ്. അപ്പൊ അവരുമായിട്ട് ഇദ്ദേഹം എങ്ങനെയായിരിക്കണം പോകേണ്ടത്? നല്ല രീതിയിലുള്ള കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലായിരിക്കും അദ്ദേഹം മാനേജ് ചെയ്ത് പോകേണ്ടത്. അത് അദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടിയാണ് കേട്ടോ. ഇൻഷുറൻസ് കമ്പനികളുമായിട്ടും അല്ലെങ്കിൽ കംപ്ലൈൻസ് ഓഫീസേഴ്സുമായിട്ട് എന്താണ് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ ജോലിയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൽ തന്നെ എന്താണ് അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമല്ല ഡാറ്റാസിന്റെ സെക്യൂരിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം അവരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ.
ഇത്തരം നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ റെഗുലർലി ട്രാക്ക് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ കോഡുകൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഫർമേഷൻസ് ഒരിക്കലും മറ്റെങ്ങും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഹെൽത്ത് ഇൻഫർമേഷൻസിനെ ആ സിസ്റ്റത്തിൽ നമ്മൾ സെക്യൂർഡ് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. മനസ്സിലായോടോ? യെസ്. വേറെ എന്തെങ്കിലും ഈ 6 പോയിന്റ്സിൽ ഏതെങ്കിലും മനസ്സിലാകത്തുണ്ടോ തന്നെ ചോദിച്ചോളൂ കേട്ടോ. പിള്ളേരെ എന്തെങ്കിലും ഈ 6 പോയിന്റ്സിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സിക്സ്ത് പോയിന്റ് വൈശോധിക്കോളൂ. സിക്സ്ത് പോയിന്റിൽ എന്താ പറയുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻസ് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഓർഗനൈസ് ആൻഡ് അനലൈസ് ഹെൽത്ത് ഇൻഫർമേഷൻ ഫോർ ബെറ്റർ യൂട്ടിലൈസേഷൻ പ്രോസസ് അല്ലെ. നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തും അനലൈസും ചെയ്തിട്ടാണ് അദ്ദേഹം ഹെൽത്ത് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത്. അതായത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നതും അതിന്റെ റിപ്പോർട്ട്സുകളൊക്കെ എങ്ങനെയായിരിക്കും തയ്യാറാക്കപ്പെടുന്നത്? അനലൈസ് നല്ല രീതിയിൽ വിശകലനത്തിന് ശേഷം മാത്രമാണ് ഹെൽത്ത് ഇൻഫർമേഷൻ റിപ്പോർട്ട്സുകൾ തയ്യാറാക്കപ്പെടുന്നത്. മാത്രമല്ല റിസർച്ച് പർപ്പസസിന് വേണ്ടിയിട്ടും ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറാണ്. ഇത് കൂടാതെ തന്നെ എന്താണ് അദ്ദേഹത്തിന് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന് അദ്ദേഹത്തിന്റെ ഫീൽഡിലല്ലാതെ സബ് ഫീൽഡുകളും അതർ ഡ്യൂട്ടീസും കൂടി ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ അതുകൂടി കൈകാര്യം ചെയ്യേണ്ടതും ആര് തന്നെയാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ തന്നെയാണ് കേട്ടോ. ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? ഓക്കെ ആണല്ലേ? ശരി. ആ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. HMS എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. ഇതിൽ ഈ എക്സ്പാൻഷനും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയും എന്തൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കമ്പ്യൂട്ടറിന്റെ യൂസസ് നിങ്ങൾക്ക് സിമ്പിൾ ആണല്ലേ പഠിക്കാൻ? എളുപ്പമാണല്ലോ. 10 യൂസസ് ഏതൊക്കെയാണെന്ന് ഹെഡ് പോയിന്റ്സ് പഠിച്ചു പോവാം കേട്ടോ. പിന്നെന്താണ്? റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സുകൾ പഠിക്കാം കേട്ടോ. പിന്നെ ഇതിന്റെ എല്ലാം എക്സ്പാൻഷൻസ് ഓരോന്നിനും 3 പേര് വീതം വെച്ച് വരുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി, കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. 3 രീതിയിലും ചോദിക്കാം. 3 തന്നെയാണ് കേട്ടോ. ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഇതിൽ 3 ഏതെങ്കിലും ഒന്നായിരിക്കും. മാറിപ്പോരല്ലോ. 1 തന്നെയാണ് കേട്ടോ. പഠിച്ചില്ല എന്ന് വിചാരിക്കരുത്. അതേപോലെ തന്നെ RISന്റെ കോംപ്ലിമെന്റ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ. പാക്സും ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അതിന്റെ കോംപ്ലിമെന്റ്സ്. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് RIS എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ ലിംസിന് 3 പേരുകൾ പറയുന്നുണ്ട്. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്നുണ്ട്, ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം എന്നുണ്ട്. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം LIMS ലിംസ് കേട്ടോ. പഠിക്കുക.
പിന്നെ കമ്പാരിസൺ അറിയാലോ നമുക്ക് ഇലക്ട്രോണിക് റെക്കോർഡ്സും പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സും ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് അറിയാലോ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളാണ് അല്ലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ EHRന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഓക്കെ ദെൻ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് പേഷ്യന്റ് പോർട്ടല് മെഡിക്കൽ ബില്ലിംഗ് മെഡിക്കൽ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് പ്രിസ്ക്രൈബിംഗ് റിമോട്ട് patient monitoring and master patient index അത്രയും നോക്കാം കേട്ടോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് പഠിക്കുക ബെനഫിറ്റ്സുകൾ നോക്കുക ഹെഡ് പോയിന്റ്സുകൾ പഠിച്ചു പോകാം കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം പഠിക്കണം കേട്ടോ നമ്മൾ അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് സപ്പോർട്ടിംഗ് മാനേജ്മെന്റ് വാക്സിനേഷൻ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് കുറെ പഠിച്ചില്ലേ അപ്പോയിന്റ്സുകൾ പഠിക്കാം കേട്ടോ ഓക്കെ പിന്നെ എക്സാം എഴുതുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ നിങ്ങൾക്ക് പേജ് നമ്പറോ ചാപ്റ്റർ കഴിഞ്ഞിടോ HMS എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് കംപ്ലീറ്റഡ് ആണ് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റഡ് ആയില്ലേ അല്ലേ കംപ്ലീറ്റഡ് ആണ് ഓക്കെ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണെന്ന് ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്താണ് മൊഡ്യൂൾ എക്സാം 8-ാം തീയതിയാണ് അല്ലെ നന്നായിട്ട് മോക്ക് ടെസ്റ്റും ഗൈഡൊക്കെ നന്നായിട്ട് നോക്കി പഠിക്കാം എക്സാം എഴുതുന്ന മോഡലൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മൾ 1 and 2 എക്സാം എഴുതിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഈ എക്സാമും അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് 100 മാർക്കിലാണ് എക്സാം എന്നൊക്കെ അറിയാലോ ഓക്കെ എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അലോ ചെയ്യും സർട്ടിഫിക്കറ്റ് അലോ ചെയ്യുന്ന നമ്മുടെ ഫംഗ്ഷൻ ആണ് നമ്മുടെ കോൺവോക്കേഷൻ സെറമണി അല്ലെ ഓക്കെ മൊഡ്യൂൾ 1 60 മാർക്കിലാണ് 60 മാർക്കിലാണ് കേട്ടോ ഓരോ മൊഡ്യൂൾസും സബായിട്ട് നമുക്ക് ഉണ്ടാവുന്ന അറിയാലോ ഓരോ മൊഡ്യൂൾസും മെയിൻ എക്സാം ഉണ്ടായിരിക്കും ഓക്കെ പിന്നെന്താണ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയതിനു ശേഷം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും ഇവിടെ നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് കേട്ടോ ഫൈനൽ എക്സാം പേപ്പർ 1 ഫൈനൽ എക്സാം പേപ്പർ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 1 ആയിട്ട് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 അത് നമ്മൾ 4 മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും ഓരോന്നും മെയിൻ എക്സാംസ് നടത്തുന്നത് കേട്ടോ അതിന് മുമ്പ് ഒരു മൊഡ്യൂൾ എക്സാം എന്ന് പറയുന്നത് 3rd ഉം 4th കൂടി കൂട്ടിയിട്ടാണ് ഓക്കെ ഓപ്പർച്യൂണിറ്റീസ് കാണുന്ന സമയത്ത് അതിന് അപ്ലൈ ചെയ്യുക ട്രൈ ചെയ്യുക ജോലിക്കൊന്നും ആരും പോവാതിരിക്കരുത് കോഴ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ അവസരങ്ങൾ നേടി പോകണം അത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാം പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാം ഹോസ്പിറ്റൽസിൽ ഏത് ഫീൽഡ് വന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ പിന്നെ ജീവിതത്തിൽ എന്നും വിജയങ്ങൾ മാത്രമേ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും നാൾ സഹായിച്ചതിൽ ഒരുപാട് താങ്ക്സ് കേട്ടോ ഒരുപാട് താങ്ക്സ് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു ബാച്ചായിരുന്നു ഞങ്ങൾക്ക് 18 വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അങ്ങോട്ട് താങ്ക്സ് പറഞ്ഞു ഞങ്ങളെയൊക്കെ കുറച്ച് നാളൊന്നും സഹിച്ചതിന് കേട്ടോ പിന്നെ വേറെ എന്താണ് നിങ്ങളോട് ഒരുപാട് താങ്ക്സ് ഇത്രയും നമ്മള് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നു അല്ലെ വെയിറ്റിംഗ് കുറെ 1 2 മൊഡ്യൂൾ തന്നെ പെട്ടെന്ന് പോയി 3 4 അതേപോലെ തന്നെ പോയി ഇത്രയൊക്കെ ഉള്ള ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാനൊരു അവസരമുണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് സെറമണിക്ക് എല്ലാവരും വരണം കേട്ടോ കോൺവൊക്കേഷൻ ഡേ ഉണ്ട് നമുക്ക് ആ ഒരു ദിവസം നിങ്ങൾക്ക് ആ കോട്ടൊക്കെ ഉണ്ടെങ്കിൽ തൊപ്പിയൊക്കെ വെച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണ്ടേ ഫാമിലി ആയിട്ട് എല്ലാവരും വരണം നമുക്ക് കാണാം കേട്ടോ വരുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം കാരണം ഞാൻ ആരെയും കണ്ടിട്ടില്ല നിങ്ങളെ നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം ടീച്ചർ മൈൻഡ് ചെയ്തില്ല എന്നൊന്നും പറയരുത് കാരണം ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല നിങ്ങളെ ഇവിടെ വന്ന് മിണ്ടാ സംസാരിക്കാം ഇന്നത്തെ ദിവസം കാണാം നിങ്ങൾക്ക് വേണ്ടി അന്നൊരു ദിവസം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോ ചേച്ചിന്റെ കോൺവൊക്കേഷൻ എല്ലാവരും വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം കേട്ടോ വരാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ശ്രമിക്കാം യെസ്
നമ്മുടെ ക്ലാസ്സിൽ ആൺകുട്ടികളുണ്ടോ? ആൺകുട്ടികളുണ്ടോ? മോസ്റ്റ് ഓഫ് പെൺകുട്ടികളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഉണ്ടല്ലേ? നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരെ പരസ്പരം കാണാനും കൂടി ഒരു അവസരമാണെന്നല്ലേ? എല്ലാവരും ഒന്ന് വരാം. വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ക്യാമറ ഓൺ ചെയ്യാമോ? ലക്ഷ്മി, സമീറ, ഇത്രയും സുന്ദരികളാണ് ഇത്രയും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പൊന്നു എന്ന് പറഞ്ഞ ആരാണ്? പൊന്നു പൊന്നൂസ് എന്നിട്ടിരിക്കുന്ന പേരെന്താണോ? ഓൺ ചെയ്തേട്ടോ. ഫെമിന. ഫെമിന. ഫെമിനയാണോ? ഓക്കെ, യെസ്. പിന്നെ ഇത് ആരൊക്കെ ജസ്റ്റ് ഒന്ന് പേര് പറയാമോ നിങ്ങള്? Nasina, ma'am. പേരെന്താണോ? Nasina. നസീന. ഓക്കെ, ഇതാണല്ലേ നസീന. നമ്മൾ ഇടക്കിടക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നോ? ഓക്കെ. സീതു, അഞ്ജലി. സീതു തന്നെയാണോ പേര്? അല്ല, അഞ്ജലി. അഞ്ജലി സോമൻ. അഞ്ജലി, ഓക്കെ. പിന്നെ ഇതാരാണ്? ഈ സൗമ്യ. തട്ടമിട്ടിരിക്കുന്ന ആരാണോ? പേരെന്താണോ? ഷീജ. ഷീജാരക്ക്. ഈ തട്ടം, ഈ ആഷ് കളറിലെ തട്ടം. ഷിഫാന. ഷിഫാന. ഓക്കെ. ഷിഫാന എന്താണ് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. സന്തോഷം. ക്ലാസ് കഴിഞ്ഞല്ലേ? ഓക്കെ. നിങ്ങൾ തമ്മിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടോ? അങ്ങനെ പോണോ? അപ്പൊ എല്ലാവർക്കും വിഷുവിന്റെ ഓർത്തിട്ട് എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. കോൺവെക്കേഷൻ എല്ലാവരും വരണം കേട്ടോ. എല്ലാവരും വരണം. വരാൻ ശ്രമിക്കും. മാക്സിമം ശ്രമിക്കാം. നിങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് സെറമണി വെച്ചിരിക്കുന്നത് നമ്മള് കേട്ടോ. നമ്മളിവിടെ സ്മാർട്ട് സിറ്റിയുടെ വീഡിയോസ് ഒക്കെ കാണുന്നില്ലേ നിങ്ങള്? കാണാറുണ്ട്. അപ്പൊ തോന്നിയില്ല അങ്ങനെ ഒരു ദിവസം വേണമെന്ന്? എത്ര ദൂരത്തുനിന്നാണെങ്കിലും എത്താൻ ശ്രമിക്കണം. ഇവിടെ എറണാകുളം തന്നെയല്ലേ? ഇവിടെ അടുത്തുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. ദൂരത്തുനിന്ന് ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. കാസർഗോഡ് ആണെങ്കിലും അവര് വരാറുണ്ട്. ആരും മുടക്കാറില്ല അതിനെ കേട്ടോ. നിങ്ങളെല്ലാരും വരണം, കാണാം കേട്ടോ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ചോദിക്കാനുണ്ടോ? എന്താണ്? സോന ദോസി, സോന എന്തെങ്കിലും പറഞ്ഞോ? സോന നിങ്ങൾ ഇങ്ങനെ ഓൺലൈൻ ഇങ്ങനെ ക്ലാസ് ഉദ്ദേശിച്ചിരുന്നോ? ഓൺലൈനില് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഓൺലൈനിൽ ഇങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടാവുമെന്ന്? ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യണത്? ആദ്യമായിട്ടാണ്. ടീച്ചർമാരൊക്കെ എങ്ങനെയാണ്? ഭയങ്കരികളാണോ? ടീച്ചർമാരൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കരികളാണോ? നല്ല ടീച്ചേഴ്സാണ്. അപർണ്ണ പറയുന്നത് ആണെന്ന്. ആണോ? അപർണ്ണ ഓക്കെ. അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നാള് പഠിപ്പിച്ചിട്ട് ഇന്നാണെന്ന് കണ്ടത് അല്ലേ? ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് പ്രതീക്ഷ ഉണ്ടായില്ല ക്യാമറ ഓൺ ചെയ്യുമെന്ന്. ചിലർക്ക് ചിലർക്ക് സമ്മതം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഒന്ന് അതിന്റെ പേര് ലാസ്റ്റ് ആണല്ലേ? ഒരു മിനിറ്റ് കൂടി ഗ്രാമത്തിന്റെ കൂടി ഉണ്ട്. നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് കാണാം. Okay, ma'am. Thank you, ma'am. Wish you all the best. Thank you so much. Thank you, ma'am. Bye. Sure. Thank you, ma'am. Thank you. Thank you. Thank you, ma'am. Thank you. Thank you. Thank you, ma'am. Thank you. Thank you, ma'am. വരണോട്ടെ എല്ലാവരും. തീർച്ചയായിട്ടും വരണേ.
Okay. ശരി, ബൈ.